ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. പരശുരാമൻ മഴു എറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചതെന്ന് പറയാറുണ്ട്. ഒരാൾക്കിങ്ങനെ മഴു എറിഞ്ഞിട്ട് ഇത്രയും ഒരു ഏരിയ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമോ? കടലിൽ നിന്ന് നമ്മൾ എന്തെല്ലാം കഥകളാണ് കേട്ടിട്ടുള്ളതല്ലേ. പക്ഷെ ഇങ്ങനെയുള്ള എല്ലാ കഥകളും നമ്മൾ വിശ്വസിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു മാജിക്കലായിട്ടൊക്കെ തന്നെയാണ്. നമ്മളിതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, എന്താണ് ദശാവതാരം എന്ന് സംസാരിച്ചിട്ടുണ്ട്. ദശാവതാരത്തിൽ ശരിക്കും യഥാർത്ഥ ഒരു മനുഷ്യൻ എവിടെ നിന്നാണ് അവതാരങ്ങളിൽ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുണ്ട്. വാമനൻ്റെ അതിൽ നിന്നാണ് ഒരു മനുഷ്യരൂപം ഉണ്ടായത്. ആ മനുഷ്യരൂപത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ ആ നല്ല ഒരു മനുഷ്യനുണ്ടായി. അവൻ സമൂഹം ഉണ്ടാക്കാൻ വേണ്ടി കാട് വെട്ടിത്തെളിച്ച് ഈ പറഞ്ഞ ഒരു സമൂഹമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ചെയ്യിച്ച ആളെയാണ് നമ്മൾ പരശുരാമൻ എന്ന് പേരിട്ട് വിളിച്ചത്. രാമൻ എന്നുള്ളത് ഒരു മര്യാദാ പുരുഷൻ, അത് സാമാന്യ ഒരു മനുഷ്യൻ, ഒരു നല്ല ഒരു മനുഷ്യൻ എന്ന് മാത്രമേ രാമൻ എന്നുള്ള വാക്കിലർത്ഥമുള്ളൂ. അത് ശ്രീരാമൻ എന്നുള്ള വാക്ക് ശ്രീ ഐശ്വര്യമായിട്ടുള്ള ഒരു രാമൻ, അതായത് വേറുന്നുണ്ട് ഐശ്വര്യം കൊണ്ടുവന്ന ഒരു രാമൻ. രണ്ടാമത് പരശു, അതായത് മഴു ഏന്തിയ രാമൻ, പരശു ഏന്തിയ രാമൻ, അതായത് കാട് വെട്ടിത്തെളിച്ച് അവിടെ സമൂഹത്തിന് ഒരുമിച്ച് ജീവിക്കാൻ സൗകര്യം ഉണ്ടാക്കിയ രാമനായി. മൂന്നാമത് ഈ പറഞ്ഞ പോലെ ബലരാമൻ, അതായത് നല്ല ബലമുള്ള കലപ്പ ഏന്തിയ ഒരു രാമൻ, അതും ഒരു മര്യാദാ പുരുഷനാണ്. കൃഷി ചെയ്ത് ജീവിച്ച നമ്മളെപ്പോലെ വളരെ സാത്വികരായിട്ട് ആദ്യകാലത്തെ ഒരു മനുഷ്യൻ എന്ന് കണക്കാക്കുക. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, പരശു ഏന്തിയ ഒരു മനുഷ്യൻ നിർമ്മിച്ചതാണ് കേരളം. അതിൽ യാതൊരു സംശയമില്ല. മഴ എറിഞ്ഞു എന്ന് ചോദിച്ചാൽ മഴ എങ്ങനെ എറിയുക? നമുക്കറിയാം, ഇന്നും കേരളത്തിൻ്റെ 1/3 ഭാഗം പൂർണ്ണമായിട്ടും വനാണ്. ഇങ്ങനെയാണെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇത് പൂർണ്ണമായിട്ടും വനമായിരിക്കും. പൂർണ്ണമായിട്ടും വനം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രദേശം, അതായത് ഈ പശ്ചിമഘട്ടം എന്നുള്ളത് പൂർണ്ണമായിട്ടും വനം തന്നെയായിരുന്നു. ഈ വനത്തിൽ ഈ ഒരു പ്രദേശം വെട്ടിത്തെളിച്ച്, അതായത് മൃഗങ്ങൾ മാത്രം അധിവസിച്ചിരുന്ന ഈ സ്ഥലം വെട്ടിത്തെളിച്ച്, കാട് വെട്ടിത്തെളിച്ച് അവിടെ ജീവിക്കാൻ പാകത്തിന് സാമൂഹികമായിട്ട് സമൂഹത്തോടെ ജീവിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കിയ ആദ്യത്തെ വ്യക്തിയെ നമ്മൾ പരശുരാമൻ എന്നല്ലാതെ എന്താണ് വിളിക്കുക? ആ പരശുരാമൻ എന്ന പേര് അന്ന് ചെയ്ത ആ മഹത്തായ ആദ്യം കാട് വെട്ടിത്തെളിച്ച് നമ്മുടെ ഇവിടെ ഇത്രയും മനോഹരമായ സ്ഥലത്ത് ജീവിക്കാൻ അവസരം തന്ന ആ മഹാത്മാക്കളെ വിളിക്കുന്ന പേരാണ് പരശുരാമൻ. അതല്ലാതെ ഒരു അവതാരം എന്നുള്ളത് ചില ആളുകളിൽ കൂടെ ഭഗവാൻ നടത്തിക്കുന്ന കാര്യം എന്ന് മാത്രമേ അവിടെ കണക്കാക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ നമുക്ക് ഇത്ര വലിയ മനോഹരമായ സ്ഥലം കിട്ടി. ഇനി അതിന് നമുക്കും ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ വീണ്ടും നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, ഏകദേശം മധ്യ തിരുവിതാംകൂർ ഭാഗത്തു നിന്ന് എത്ര ആളുകളാണ് മലബാറിലേക്ക് ഒരു കാലത്ത് കുടിയേറിയത്. ഇവിടെ ജീവിക്കാൻ മാർഗ്ഗമില്ലാതെ വന്നപ്പോൾ ഇവിടുന്ന് കുടിയേറി മലബാർ ഭാഗത്ത് പോയി കാട് വെട്ടിത്തെളിച്ച് അവിടെ കൃഷി ഇറക്കി, വനത്തിൽ താമസിച്ച് അവിടെ വളരെ കഷ്ടപ്പെട്ട് കൃഷി ഇറക്കി വലിയ തോട്ടങ്ങളുണ്ടാക്കി ഇന്ന് ഭംഗിയായി ജീവിക്കുന്ന ഒരു 100 വർഷം മുമ്പുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ 100, 70, 60 വർഷം മുമ്പൊക്കെയുള്ള കാര്യത്തിൽ തന്നെ നോക്കിയാൽ പോലും നമുക്ക് അങ്ങനെയുള്ള ധാരാളം നിരവധി ആളുകളെ കാണാൻ പറ്റും. അവരെയും നമുക്ക് ശരിക്കും പരശുരാമൻ എന്ന് തന്നെ വിളിക്കേണ്ടി വരും. കാരണം മഴവുമായി ഏന്തി അവിടെ പോയി കാട് വെട്ടിത്തെളിച്ച് അവിടെ ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയവരെ ഇതേ ഭാഷയിൽ അല്ലെങ്കിൽ ഇതേ ബഹുമാനത്തോടെ വിളിക്കണം. അതുകൊണ്ട് തന്നെ പരശുരാമൻ എന്നുള്ളതോ ശ്രീരാമൻ എന്നുള്ളതോ ബലരാമൻ എന്നുള്ളതോ ഒന്നും, എല്ലാം ഈശ്വരൻ്റെ അംശമാണ്. നമ്മളിലെല്ലാം ഈശ്വരൻ്റെ അംശമുണ്ട്. അത് അവരിലും ഉണ്ടായിരുന്നു. അന്ന് ഇതൊക്കെ ചെയ്തു തന്ന ആദ്യത്തെ ആളുകളെ എപ്പോഴും സ്മരിക്കുക, നമുക്ക് ഈ സാഹചര്യം ഉണ്ടായാലും ഏറ്റവും സ്മരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും മുഖ്യമായിട്ട് വേണ്ടത്. അതിനായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട വാക്കുകൾ മാത്രമാണ്, കഥകൾ മാത്രമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.